ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മല്ലിയില എങ്ങനെ നമുക്ക് 1 വർഷം വരെ സൂക്ഷിക്കാം എന്നാണ്. അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം. മല്ലിയില നമുക്ക് ആദ്യം ഇതുപോലെ കെട്ടായിട്ടായിരിക്കും അല്ലേ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് നമുക്കൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പോകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടർക്കി വെച്ചിട്ടോ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തോടു കൂടി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോട്ടൺ തുണി വെച്ചിട്ടൊക്കെ നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഇപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചില്ലിന്റെ കുപ്പിയാണ്. പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നല്ലത്. അപ്പൊ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ തണ്ട് നല്ലപോലെ വെള്ളത്തിൽ മുട്ടുന്ന പരുവത്തിനാക്കിയിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ മല്ലിയില ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു കവർ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മല്ലിയില ഇരുന്നോളും. നല്ല വേരുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വേര് മാത്രം നമ്മൾ വെള്ളത്തിൽ മുട്ടുന്ന തരത്തിൽ വെച്ചാലും മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അതിലേക്ക് നമ്മുടെ മല്ലിയില ഒന്ന് ഇങ്ങനെ അടുക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചാൽ മതി. അടുത്തതായിട്ട് 1 വർഷം വരെ നമ്മുടെ മല്ലിയില ഇങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മല്ലിയില ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് അതിന്റെ എയറൊക്കെ കളഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇത് നമുക്ക് ഐസ് ക്യൂബിന്റെ ട്രേ ഉണ്ടല്ലോ, അതിനകത്തേക്കാണെങ്കിലും വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആയിട്ടാണെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. ഇത് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഞാൻ സാധാരണ ഇങ്ങനെയാട്ടോ സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ. ഞാൻ ഐസ് ക്യൂബ് ആയിട്ടല്ല സൂക്ഷിക്കാറുള്ളത്. പക്ഷെ 2 മെത്തേഡിൽ നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ നമ്മുടെ മല്ലിയില നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡെയിലി അത്യാവശ്യത്തിനുള്ളതൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ കറിക്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ബോട്ടിലേക്ക് അത് ഇട്ട് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ആദ്യം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ യൂസ് ചെയ്ത് തീർത്താൽ മതി. വെള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ആ വെള്ളം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് ഇരുന്നോളും. അപ്പൊ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിക്കെടുക്കുകയും ചെയ്യാം, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാല്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.